Hello everyone, assalamu alaikum, welcome back to my channel. I hope you all are doing well. Alhamdulillah, I'm fine. So this video is all about ഒരു ഓർഗനൈസേഷൻ വീഡിയോ അല്ലെങ്കിൽ കിച്ചൺ റീസ്റ്റോക്കിംഗ് വീഡിയോ എന്നൊക്കെ പറയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കിച്ചണിലെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ, അൽഹംദുലില്ലാ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ട്രിക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു ഓൾഡ് ഓയിൽ കണ്ടെയ്നർ ആയിരുന്നു. അപ്പോൾ ഇത് കുറേ ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചപ്പം അതിൻ്റെ ലിഡ് അങ്ങ് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ലിഡ് സ്റ്റക്കായി പോയാൽ ഇതുപോലെ നല്ല ഹോട്ട് വാട്ടറിൽ ഒരു പോട്ടിലിട്ട് വെച്ചിട്ട് ഒരു 1 hour, half an hour റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ ലിഡ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് some of my favorite products from IKEA. ഇത് ഞാൻ ലാസ്റ്റ് ടൈമിൽ അബുദാബിയിൽ പോയപ്പം അബുദാബി ഐക്കിയെന്ന് വാങ്ങിയതായിരുന്നു, ഫ്രം അൽവദ മാൾ. ഇതൊരു സ്മോൾ ബ്രഷാണ്. I think it's around 280 and it's really good. നമുക്ക് ബേസിനൊക്കെ വാഷ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആക്കും. ആൻഡ് this is small containers with lid. I think it's for 15 AED. ഇത് 3 എണ്ണം ഒരു പെയറായിട്ടൊരു ബോക്സിൽ വരുന്നതാണ്. ഇറ്റ്സ് ടു ഗുഡ് ക്വാളിറ്റി. പിന്നെ ഐക്കിയയിലെ ക്വാളിറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഒരു ബിഗ് കണ്ടെയ്നറാണ്. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 1.5 liter ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നർ. ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറിന് വരുന്നത് 10 AED അതിൻ്റെ ലിഡിന് വരുന്നത് 5 AED ആണ്. അങ്ങനെ ടോട്ടൽ 15 AED ആണ്. ഈ സെയിം മോഡൽ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. ഇത് 1.5 liter ആണ്, 2 ലിറ്ററിൻ്റെതുണ്ട്, 1.8 ലിറ്ററിൻ്റെതുണ്ട്. റീസെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഒബ്സഷനുള്ള കുറച്ച് സംഭവമാട്ടോ സ്റ്റീൽ കുക്ക് വെയർസ്. എനിക്ക് ഭയങ്കര ഒബ്സഷനാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പം സ്റ്റീൽ കുക്ക് വെയർസ് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. ഇത് കോഗ്മാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 20 centimeter വൈഡിൽ വരുന്ന ഒരു ഫ്രൈയിങ് പാനാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി സ്മോൾ വാട്ടർ കണ്ടെയ്നർ. സോഫ്രാം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 13 centimeter വരുന്ന മെയ്ഡ് ഇൻ തുർക്കി ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ്. ഇറ്റ്സ് റിയലി ഗുഡ്. അൽവദ മാളിൽ ഒത്തിരി നല്ല കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. എനിക്ക് കൺഫ്യൂസ്ഡ് ആയി ആക്ച്വലി, ബിക്കോസ് ഒരുപാട് സൈസുള്ള പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഞാനെപ്പോഴും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് സ്റ്റീൽ കുക്ക് വെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് പോകും. നമ്മളുടെ ഫാമിലി ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 3 ആയി, 3 4 ആവും. അപ്പോഴൊന്നും ഈ പ്രൊഡക്റ്റ് കേട് വരാണ്ട് നമുക്ക് എടുത്ത് വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ കറൻ്റ്ലി പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ലാസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല ബിഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. വീക്ക്ലി വൺസ് ഒരു ഡേ ഞാൻ എന്തായാലും റീസ്റ്റോക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടി മാറ്റി വെക്കാറുണ്ട്. കിച്ചണിലെ ഓരോ ഐറ്റംസും ഷോർട്ടേജ് വരുമ്പം ഞാൻ സ്പോട്ടിൽ നോട്ട് ചെയ്ത് വെക്കും. അത് ഗ്രോസറി വാങ്ങാൻ പോകുന്ന സമയത്ത് വാങ്ങും, എന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലും ഗ്ലാസ് ലിഡ്സ് ജാർസ് ആണ് പ്രിഫർ ചെയ്യുന്നത് കിച്ചണിൽ റീസ്റ്റോക്കിംഗ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ ട്രൈ ടു അവോയ്ഡ് മാക്സിമം പ്ലാസ്റ്റിക്സ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. പറയേണ്ട ആവശ്യമില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഷോർട്ടേജ് ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടാണ് റീസ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യൽ. ബിക്കോസ് നെക്സ്റ്റ് ടൈം ഗ്രോസറി വാങ്ങാൻ പോകുമ്പോൾ അതൊക്കെ റീഫിൽ ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, ഗ്രാൻഡ് മിൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ. ഇത് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് കുക്കീസ്, ബ്രെഡ്, കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മളെ നോർമൽ ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ടെക്സ്ചർ ആണെങ്കിലും സ്മെല്ലാണെങ്കിലും ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ കുക്കീസും ബ്രെഡും കേക്ക്സും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രാൻഡ് മിൽസിൻ്റെ ഈ ഒരു ഓൾ പർപ്പസ് ഫ്ലോർ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാൻ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും നോർമൽ ഓൾ പർപ്പസ് ഫ്ലോറിൽ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ഓൾ പർപ്പസ് ഫ്ലോറിൽ ഉണ്ടാക്കുമ്പോഴും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതാണ്, നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്വീറ്റി പേഴ്സൺ അല്ല, എനിക്ക് സ്വീറ്റ് അത്ര ഇഷ്ടമൊന്നുമല്ല. ചില സമയത്ത് കിച്ചണിൽ നിൽക്കുമ്പം ഭയങ്കര ബോറ് ഫീൽ ചെയ്യും. അപ്പം നോർമൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കുന്നതിനേക്കാളും കുറച്ച് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കോപ്പിക്കോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കോപ്പിക്കോ ഒരു 2 month 3 month കൂടുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഫ്രിഡ്ജിലേക്ക് വരുമ്പം ഫ്രിഡ്ജിലെ ഫ്രൂട്ട്സ് മെയിനായിട്ട് മോന് വേണ്ടി വാങ്ങുന്നതാണ്. ബിക്കോസ് അതിൽ വരുന്നതാണ് സ്ട്രോബെറീസും നമ്മളെ റാസ്ബെറീസും ബ്ലൂബെറീസും.
അതിൽ ബ്ലൂബെറി ഇപ്രാവശ്യം കിട്ടിയില്ല പോയ സമയത്ത്. ഒന്നാമത് സീസൺ അല്ലാത്ത സമയത്ത് നല്ല സ്വീറ്റി ആയിരിക്കില്ല, ഭയങ്കര സോറോട് കൂടിയിട്ടുള്ള ബ്ലൂബെറി ആയിരിക്കും. അപ്പോൾ അത് മോൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ബെറീസ് എപ്പോഴും വാങ്ങാറ്. ബിക്കോസ് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നാമത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും, പിന്നെ സോറിൻ്റെ ടേസ്റ്റും കൂടിയാണെന്നുണ്ടെങ്കിൽ അത് ജ്യൂസ് അടിക്കാൻ അങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പം നമ്മൾ ആ കഴിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും നമ്മൾ ബോഡിയിലേക്ക് കിട്ടില്ല. അപ്പോൾ കൂടുതലും ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. ഇതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അതാകുമ്പോൾ മോന് കഴിക്കുന്നതിൻ്റെ ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് കൂൾനെസ്സും മാറിയിട്ട് ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ അവന് കഴിക്കാനും കുറച്ച് ഈസിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 3 days അതിൽ അപ്പുറത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഹെൽത്തിന് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഓരോ സമയത്തും മറവിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മാക്സിമം നമ്മളൊരു റൈറ്റ് പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുക. ബേബി അബൂദ് എന്നെ പോലെ തന്നെ ഒത്തിരി സ്വീറ്റ് കഴിക്കില്ല. അവന് സ്വീറ്റി ഐറ്റംസിനേക്കാളും കുറച്ച് നോർമൽ സ്വീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനോടാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ഞാൻ അവന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഗ്രോസറി വാങ്ങാൻ പോകുമ്പം അത് റീഫിൽ ചെയ്യാറാണ് പതിവ്. കൂടുതൽ കുട്ടികളും ഫ്രൂട്ട്സിന് പകരമായിട്ട് ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മോന് ബേക്കറിനോടൊരു ഇഷ്ടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് അത് ഫീഡ് ചെയ്യുക എന്നുള്ളത്. ബേക്കറി ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അതിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് ബേക്കറിയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് കുറച്ച് അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഫീഡ് ചെയ്യിക്കുക എന്നുള്ളത്. കിച്ചണിൽ അപ് ടു 10 ജാർസൊക്കെ ഇപ്പോഴും സ്റ്റിൽ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അത് ഞാൻ ഒരുപാടായി വിചാരിക്കുന്നു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ബ്രാൻഡ് ഫോർലെസ്സിൽ നമുക്ക് ദുബായ് മോളിൽ നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കിട്ടാറുണ്ട്. അതും പർച്ചേസ് ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഇവിടെ ആസ്റ്ററിൽ സ്പെക്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ട് നമ്മൾ ദുബായ് മോളിലേക്ക് വന്നതാണ്. യൂട്യൂബ് വീഡിയോസിൽ ദുബായ് മോളിൽ വാങ്ങിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് കമൻറ്റ്സ് കാണാറുണ്ട്, ദുബായ് മോൾ എക്സ്പെൻസീവ് അല്ലേ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണോ എന്ന്. ഒരിക്കലും എക്സ്പെൻസീവ് അല്ല. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്സാണ് കൂടുതൽ. ബിക്കോസ് 100+ ഷോപ്സ് ഉണ്ട് ദുബായ് മോളിൽ. എനിക്ക് തോന്നുന്നു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 10+ ഷോപ്സിൽ 10 AEDൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്ട്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. ലൈക്ക് മൊമുസോ, മിനിസോ, ബ്രാൻഡ് ഫോർലെസ്, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു സെൻറ്റർ പോയിന്റിലൊക്കെ ചില സമയങ്ങളിൽ നല്ല 90% വരെ ഓഫർ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ ബ്രാൻഡ് ഫോർലെസ്സിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഡൂല് പോയി. അപ്പം ബ്രാൻഡ് ഫോർലെസ്സിൽ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ബിക്കോസ് ഇവിടെ അത്യാവശ്യം അഫോർഡബിളും ആണ്, അത്യാവശ്യം എക്സ്പെൻസീവും ആണ്. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതലാണ്. സെറാമിക് ഐറ്റംസിൻ്റെ നല്ലൊരു ഹോൾ കളക്ഷൻ തന്നെ എപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ കാണാറുണ്ട്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് സാറ്റ്ലി അല്ലെങ്കിൽ അൺലക്ലി എന്ന് പറയട്ടെ, എനിക്ക് പറ്റിയതായിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സും ഞാൻ കണ്ടില്ല. ലൈക്ക് എനിക്ക് ഒരുപോലെയുള്ള ഒരു 6 to 7 കണ്ടെയ്നേഴ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒരുപോലെയുള്ള കണ്ടെയ്നേഴ്സ് 2 or 3 അതിലും കൂടുതൽ കൗണ്ടുള്ളത് അവിടെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഒരുപാട് കിച്ചൺ ഐറ്റംസ് ഇപ്രാവശ്യം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ ഫ്രൈയിങ് പാൻസ് ഒന്നും ഒരുപാട് കളക്ഷൻ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർ പുതിയ ഒരു സെക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെഫലിൻ്റെ ബ്രാൻഡ്. ആ ഒരു സെക്ഷനിൽ ഫുൾ ടെഫൽ ബ്രാൻഡ്സ് മാത്രമേ ഉള്ളൂ. ബേക്കിംഗ്, കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, കിച്ചൺ എസെൻഷ്യൽസ് എക്സെട്ര. ബ്രാൻഡ് ഫോർലെസ്സിൽ എന്താണ് ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വെക്കുന്നതെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. ഡാമേജ്ഡ് പ്രൊഡക്ട്സ് ഒന്നുമല്ല, വലിയ വലിയ ബ്രാൻഡഡ് ഐറ്റംസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പിൽ സെല് ചെയ്യുന്ന പ്രൊഡക്ട്സ് ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞാൽ അവരത് ഒഴിവാക്കി പുതിയ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഷോപ്പിൽ. ആ ഒരു സമയത്ത് ഇവർ എല്ലാ പ്രൊഡക്ട്സും കൂടി ബ്രാൻഡ് ഫോർലെസ്സിന് സെയിൽ ചെയ്യാൻ കൊടുക്കും. ഇങ്ങനെയാണ് ബ്രാൻഡ് ഫോർലെസ്സിലുള്ള ഒരു സെയിൽസ് ഗേൾ എന്നോട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനിതുപോലെ ചോദിച്ച സമയത്ത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരുപാട് ബേക്കിംഗ് ഐറ്റംസും കിച്ചൺ എസെൻഷ്യൽസും ബെഡ്റൂം ഡീക്കോർ ഐറ്റംസും ഒക്കെ ഇപ്രാവശ്യം അവിടെ അവൈലബിൾ ആയിരുന്നു. ഒരുപാട് നല്ല ഗുഡ് സെറാമിക് കോട്ടഡ് അലൂമിനിയം ഫ്രൈ പാൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ബേബീസിൻ്റെ ടോയ്സിൻ്റെ സെക്ഷൻ എന്ന് പറയാൻ ഒരു ഹോൾ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അവർ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബ്രാൻഡ് ഫോർലെസ്.
ഒരു വ്ളോഗിൽ എനിക്ക് തോന്നുന്നു പ്രീവിയസ് വ്ളോഗിലാണെന്ന് മോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ്റെ കൂടെ എന്താ കളിക്കലെന്ന്. മോൻ്റെ കൂടെ കൂടുതലും കളിക്കുന്നത് ബ്ലോഗ്സ് അല്ലെങ്കിൽ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് ബ്രാൻഡ് ഫോർലെസ്സിലാണ്. അവന് ബ്ലോഗ്സ് ഒത്തിരി ഇഷ്ടമാണ്. ബ്ലോഗ്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ മോഡൽ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും അവൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീസെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം ലേൺ ചെയ്യാനാവുന്നേ ഉള്ളൂ. ഹീ ഈസ് ജസ്റ്റ് 2 ആൻഡ് നല്ല വുഡൻ ടച്ചുള്ള നമ്മളുടെ കൊട്ടകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. വുഡൻ ബാസ്ക്കറ്റ്സും ക്ലോത്ത് ബാസ്ക്കറ്റ്സും അതുപോലെ തന്നെ ക്രോക്കറി ആർട്സ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സും ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ റിലേറ്റ് ചെയ്ത് നോക്കുമ്പം മറ്റുള്ള ഷോപ്പായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പം ബ്രാൻഡ് ഫോർലെസ് നല്ല അഫോർഡബിൾ ആണ്. നമ്മൾ ബേബി അബൂദിന് അവിടുന്ന് ഈ ഒരു കൈൻഡ് ഓഫ് ബ്ലോഗ്സ് വാങ്ങിയിട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. അങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ല. അതുപോലെ തന്നെ ടൂത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലോക്സാണിത്. കണ്ടോ, ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. നോർമലി ബ്ലോക്സ് പ്ലാസ്റ്റിക് കോട്ടഡിലാണ് വരുന്നത്, പക്ഷേ ഈ ബ്ലോക്സ് വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അപ്പം ഇങ്ങനെ ഒരു ബുക്ക് എല്ലാ ബ്ലോഗ്സിൻ്റെ ബാഗിനകത്തും ഉണ്ടായിരിക്കും. അപ്പം മാക്സിമം അത് കളയാണ്ട് അതുപോലുള്ള പ്രൊഡക്ട്സ് ബേബീസിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. കൂടുതൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാ ബേബി അബ്ദുള്ള അങ്ങനെ ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ എന്തെങ്കിലും അർജൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ മാക്സിമം അവന് ടോയ്സ് കൊടുത്തിട്ട് അവനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം സ്ക്രീൻ ടൈം കൊടുക്കും. പക്ഷേ അബൂദ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടോയ്സ് അല്ലെങ്കിൽ ബ്ലോഗ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. സ്ക്രീൻ ടൈം അവനെ ഇരിക്കുന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ അവൻ പിന്നെയും അഗൈൻ ബാക്ക് ടു ടോയ്സ് എന്ന് പറയുന്ന പോലാണ്. അതുകൊണ്ട് ഞാനും അവനെ അഡിക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറില്ല. അതിപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും. ബ്രാൻഡ് ഫോർലെസ് എന്ന് ഗ്ലാസ് കണ്ടെയ്നർ കിട്ടാത്തതുകൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ ഞാനും മോനും കൂടി ജസ്റ്റ് കരാമ ഡേ ടു ഡേയിൽ പോയിട്ട് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണിത്. കരാമ ഡേ ടു ഡേ ആണെന്നുണ്ടെങ്കിലും പാർക്കാണെന്നുണ്ടെങ്കിലും ദുബായ് ഫ്രെയിമിൻ്റെ പാർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് വാക്കിങ്ങേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കരാമയിൽ ഫ്രെയിമിലെ പാർക്കിൽ പോയി മോർണിംഗ് കൊണ്ട് കുറച്ച് കളിച്ച് പിന്നെ ഡേ ടു ഡേയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഐ കളക്ട് സം ഡയപ്പേഴ്സ്, വെറ്റ് വൈപ്സ്, സ്വീറ്റ്സ്, മിൽക്ക്, കുറച്ച് ബിസ്ക്കറ്റ്സ് എക്സെട്ര ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മക്കളുടെ മൂഡ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവന് ബോറടിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്. അതിൻ്റെ മുന്നേ എനിക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഞാനത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഐ റിയലി ഡോണ്ട് ഈവൻ നോ ബേബി അബൂദിന് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ അറിയുന്നുള്ളത്. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ബിക്കോസ് നമ്മളെ മക്കൾ എത്ര പെട്ടെന്നാണ് വളരുന്നതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. അവന് സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അവൻ എപ്പോഴും ഒരു ബേബിയാണ്. ഹി കാൺ ഡു ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എനിക്ക് അങ്ങനെയൊക്കെയാണ്. ബട്ട് ഞാൻ ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഹീസ് ഗ്രോയിങ് മാൻ, മാഷാ അല്ലാ. ഞാൻ അൽഹംദുലില്ലാ നമ്മൾ പാർക്കിലൊക്കെ പോയി കുറച്ച് ടൈം അവന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ടു ഡേയിൽ പോയി. അപ്പോൾ ഡേ ടു ഡേയിൽ സെറാമിക് സെക്ഷനിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെയും കൊണ്ട്. ബിക്കോസ് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വലിച്ചത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ കവർ ചെയ്യണം. അത് അവരവിടെ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 month 4 month ബാക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഷോപ്പ് കീപ്പേഴ്സ് ഓക്കെ എന്ന് പറയും. പക്ഷേ റീസെൻ്റ്ലി അങ്ങനെയല്ല. ബിക്കോസ് അവർക്ക് നല്ലൊരു എമൗണ്ടിൽ ലോസ് സംഭവിക്കുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഡേ ടു ഡേ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സ്. ഇതല്ലാണ്ട് കുറച്ചും കൂടി കണ്ടെയ്നേഴ്സ് ഉണ്ട്. അത് ഞാൻ വേറെ വ്ളോഗിൽ കാണിക്കാം. ഇതിലൊക്കെ കൂടി കാണിക്കുമ്പോൾ നല്ല ലെങ്തി ആയി പോയും വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഏത് കണ്ടെയ്നർ വാങ്ങുമ്പോഴും ആദ്യം സൂക്ഷിക്കേണ്ടത് അതിൽ മെൻഷൻ ചെയ്ത ഗ്ലാസ് ഏതാണ്, അവർ ഏത് പ്രൊഡക്റ്റ് കൊണ്ടാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കിയത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ലൈക്ക് സിലിക്ക, ലൈം സ്റ്റോൺസ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഗ്ലാസിൻ്റെ തന്നെ അതിൻ്റെ റീസൈക്കിൾഡ് ഫോം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഗ്ലാസ് ജാർസും നല്ലതാവണം എന്നില്ല. എപ്പോഴും വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് വായിച്ചതിൻ്റെ ശേഷം നല്ല ഗ്ലാസ് കണ്ടെയ്നർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാങ്ങാൻ. ബിക്കോസ് നമ്മൾ ഈ ഗ്ലാസ് ജാർസിൽ
പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ തന്നെ ഉദ്ദേശം നമ്മളുടെ ഫുഡ് കേടുവരാണ്ടിരിക്കാനും കുറച്ചുകൂടി ഹെൽത്തി വേർഷനിൽ സ്റ്റോർ ചെയ്യാൻ എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് ഗ്ലാസ് ജാർസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ലോങ് ലാസ്റ്റിംഗ് എന്നുള്ള ഒരു ഡിസിഷനിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നമ്മളുടെ ഹെൽത്തിന് കുറച്ചുകൂടി നല്ലതാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസ് കൂടി റീസ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ UAE വെതർ ഭയങ്കര ഹോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഡ്രൈ ചെയ്ത് കിട്ടും. ഫസ്റ്റ് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നത് നമ്മളുടെ മസൂർ ദാളാണ്, ഓറഞ്ച് കളർ പരിപ്പ്. എൻ്റെ നാട്ടിൽ ഇത് യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കണ്ണൂർ അവർ കൂടുതലും പരിപ്പ് കറി ഉണ്ടാക്കാൻ ഈ ഒരു പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ യെല്ലോ കളർ കടലപ്പരിപ്പാണ് പരിപ്പ് കറിക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതാണ് ഞാൻ ഫസ്റ്റ് ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുന്നത്. എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസ് അവൈലബിൾ ആണ്. എനിക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് മാഡ്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആദ്യം വലിയ ഒബ്സഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ അബുദാബിയിലുള്ള സമയത്ത് എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നത് നമുക്കിവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസിലാണ് മിൽക്കാണെങ്കിലും അല്ലെങ്കിൽ യോഗേർട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ജാറൊക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് അതിൽ കിച്ചണിലെ ഐറ്റംസൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലായിരുന്നു എൻ്റെ ആ സമയത്തൊരു പ്രാന്ത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 1 year 2 year ബാക്ക് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, പ്ലാസ്റ്റിക് നമ്മളുടെ ലൈഫിനെ എത്രത്തോളമാണ് കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചാൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി, ഗൂഗിളിലൊക്കെ നോക്കി, വിക്കിപീഡിയയിലൊക്കെ നോക്കി ഒരുപാട് സെർച്ച് ചെയ്തു. റിസർച്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് ജാർസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിലെ ഒരു 70% നമ്മളുടെ ലൈഫിനെ നല്ല കൂളായിട്ട് കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പോലും അറിയാണ്ട്. ബിക്കോസ് അതിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡിനെ എത്രത്തോളം പെട്ടെന്ന് ഡാമേജ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് പ്ലാസ്റ്റിക്സിനെ ഡാമേജ് ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ എന്നുള്ള ഒരു പ്ലാൻ വന്നത്. മൊത്തത്തിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വാങ്ങി അതിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഞാൻ പതുക്കെ ഒരു 4 to 5 കണ്ടെയ്നേഴ്സൊക്കെ അറ്റ് എ ടൈം വാങ്ങിയിട്ട് അതിൽ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്തിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡും ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് പതിയെ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലായി. ബിക്കോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ സ്മെല്ലും ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ സ്മെല്ലും തമ്മിൽ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻസ് ഒരുപാട് നമ്മൾ ഫുഡിലേക്ക് എടുക്കാൻ ചാൻസ് കൂടുതലാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുമ്പോൾ. So try to avoid plastic containers and always trying to use glass containers. എൻ്റെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു.